അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ലൈബ. ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് അലി ശിഹാബ് IASന്റെ വിരേറ്റം എന്ന പുസ്തകത്തെ കുറിച്ചാണ്. എന്റെ കൂടെ എന്റെ പ്രിയ കൂട്ടുകാരായ മുഅ്മിനയും ഹിബയും ദിയയും ഉണ്ട്. പുസ്തകത്തിലേക്കും അതിലെ പ്രധാന വിഷയങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ആരാണ് മുഹമ്മദ് അലി ശിഹാബ് IAS എന്ന് പരിചയപ്പെടുത്തുന്നു. 1980 മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 2011 IAS നേടുകയും നിലവിൽ നാഗാലാൻഡിലെ കിഫിരയിലെ ജില്ലാ കളക്ടർ കൂടിയാണ് ഇദ്ദേഹം. ഈ പരിപാടിയിൽ ഞാൻ മോഡറേറ്റർ പദവിയാണ് അലങ്കരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ വിരലറ്റം എന്ന പേര് ഈ പുസ്തകത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? വിരലറ്റം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എഫേർട്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഏത് വിജയത്തിന് പിന്നിലും എഫേർട്സ് ഉണ്ടായിരിക്കും. ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ എല്ലാം എല്ലാം നമ്മുടെ കൈക്കുമ്പിളിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, ഏറ്റവും ഉന്നതമായ വിജയത്തിലേക്ക് തന്നെ നമ്മൾക്ക് എത്താൻ പറ്റും. പക്ഷെ ഷിഹാബിന്റെ കാര്യത്തിൽ അത് അങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പരിശ്രമിച്ചിട്ടാണ് ഈ ഉന്നത വിജയത്തിലേക്ക് എത്തിയത്. അപ്പോ ഷിഹാബിന്റെ പുസ്തകത്തിന് ഈ പേര് ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജസാഖുല്ലാഹു ഖൈർ. ഒരു വായനക്കാരൻ ഈ പുസ്തകം വായിക്കുന്നതിലൂടെ എന്തെല്ലാം മോട്ടിവേഷൻ ആണ് ലഭിക്കുന്നത്? ലൈബ മോട്ടിവേഷനെ പറ്റി ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഇസ്ലാമിൽ ഒരു തിയറിയാണ്. നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വേണ്ടി വിധിക്കപ്പെട്ടതല്ല. നിനക്ക് വിധിക്കപ്പെട്ടത് നിനക്ക് നഷ്ടപ്പെടുകയുമില്ല. നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്, നിനക്ക് വിധിക്കപ്പെട്ടത് അത് 7-ാം ആകാശത്തിന് മുകളിലാണെങ്കിലും നിനക്കത് ലഭിക്കും. എന്നാൽ നിനക്ക് വിധിക്കപ്പെടാത്തത് നിന്റെ 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും നിനക്കത് ലഭിക്കില്ല. ഇപ്പോൾ ഷിഹാബിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിനോട് തീരെ ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം സ്കൂളിലെ പോകുമേ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു IAS ആയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ടേണിംഗ് പോയിന്റ് ആയി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ബുക്കിലും വന്നിട്ടുണ്ട്. അദ്ദേഹം പിറകത്തെ ബെഞ്ചിലായിരുന്നു ഇരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ടീച്ചർ അദ്ദേഹത്തിനോട് മിഡിൽ ബെഞ്ചിൽ വന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. അന്നു മുതൽ അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി, പഠിക്കണം എന്നൊക്കെ. അദ്ദേഹം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ക്വിസുകളിലൊക്കെ പങ്കെടുത്ത് ജയിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ചാണ് 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എടുത്തത്. പിന്നെ ഒരു അത്ഭുതകരം എന്ന് തന്നെ പറയാം ഒരു കാര്യമുണ്ട്. 20 മുതൽ 30 വയസ്സിനിടയിൽ അദ്ദേഹം 21 PSC എഴുതുകയും അത് പാസ്സായി കുറെ ഗവൺമെന്റ് ജോലി എടുക്കുകയും ചെയ്തു. അദ്ദേഹം ക്ലർക്കായി എല്ലാമായി ജോലി എടുത്തു, ക്ലർക്ക് ടീച്ചറൊക്കെ ആയി. എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ള മോട്ടിവേഷൻ എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗോൾ എത്ര ദൂരം ആയാലും നിങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങാം. ഒരിക്കലും നിങ്ങൾ ലേറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഫോർ എക്സാമ്പിൾ ഷിയാബ് തന്നെയാണ്. അദ്ദേഹത്തിന് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ അദ്ദേഹം ഒരു IAS ആയി. ഇങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് സമയമുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. ജസാഖുല്ലാഹു ഖൈർ. ഇപ്പൊ ഈ കാലഘട്ടം നോക്കുമ്പോ തന്നെ ഒരു സക്സസ് ആയ ആളെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ അവർ ഫാമിലി ആയിട്ട് എന്തും ഉണ്ടായില്ല. അപ്പൊ ഈ ഷിഹാബിന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ്? ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് എക്സാമിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇന്റർവ്യൂവില് ഹോസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വലിയ പേരെന്ന് ചുരുക്കി പറയാമോ? അപ്പൊ തന്റെ പിതാവിന്റെ പേരായിട്ടുള്ള അലി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ ഷിഹാബും ഉപ്പയും തമ്മിലുള്ള ബോണ്ട് നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറഞ്ഞാല് ഉപ്പ മരിച്ചിട്ടാകുമ്പോ അവരെ വീട്ടിൽ ഒരുപാട് ദാരിദ്ര്യ അവസ്ഥകൾ വന്നു. അപ്പോ ഈ വീട്ടുകാര് 3 മക്കളെ അനാഥമാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അപ്പൊ ആ 3 മക്കളെ അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവർക്ക് വേണ്ടി ആഴ്ചകളോളം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി കൊണ്ടുപോകായിരുന്നു. അപ്പൊ ഇവർ ഈ സാധനങ്ങളെല്ലാം ഒരു കത്തിലൂടെയാണ് ഉമ്മയെ അറിയിച്ചിരുന്നത്. അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിലെ രസകരമായ ഒരു സംഭവമുണ്ട്. അതായത് പൂട്ട് കാണുന്നില്ല. അപ്പൊ ഷിഹാബ് ഉമ്മക്ക് കത്തേക്കാണ്, ഉമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു പൂട്ട് കൊണ്ടുവരണം. ഉമ്മക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് വേറൊരാളാണ് ഇത് വായിച്ചു കൊടുക്കുന്നത്. അപ്പോ അദ്ദേഹം പറയാണ്,
നീ അടുത്ത പ്രാവശ്യം പോകുമ്പോ പുട്ട് കൊണ്ടോണേ. അപ്പോ ഈ ഉമ്മ അവർക്ക് പുട്ടും കറിയുമാണ് കൊണ്ടുവന്നത്. അത് ഏറ്റവും രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാമിലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു IAS ആയത് അദ്ദേഹത്തിന്റെ ഫാമിലിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം കുറെ PSC ഒക്കെ എഴുതിയല്ലോ. അപ്പോൾ സൊസൈറ്റിയിൽ അദ്ദേഹം ശ്രദ്ധ പറ്റി. അപ്പോൾ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരി ഇങ്ങനെ പറഞ്ഞു, IASന് ട്രൈ ചെയ്തൂടെന്ന്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് തന്റെ സഹോദരന്റെ വളർച്ച മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഒന്നും കുറച്ച് കാണുന്നില്ല. എന്റെ സഹോദരൻ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും വലുത് തന്നെ കിട്ടണം എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഈ IAS കിട്ടിയ അന്ന് രാത്രി ഒരു പോലീസാണ് ഇവരെ ഫാമിലി വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പൊ ഈ പോലീസ് ഉമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൻ IAS കിട്ടിയില്ല, അപ്പൊ സന്തോഷായില്ലേ? അപ്പൊ ഉമ്മ പറഞ്ഞതെന്ന് വെച്ചാല്, അവൻ എന്ത് കിട്ടിയാലും പ്രശ്നമില്ല, സന്ധ്യ ആകുമ്പോ വീട്ടിലെത്തുന്ന ജോലി മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് വായിച്ചപ്പോഴേക്കും നല്ല സന്തോഷമായി, കാരണം ഉമ്മാവും മോനും തമ്മിൽ അത്ര ഒരു സ്നേഹം ഉണ്ടല്ലോ. പിന്നെ ഇവൻ IAS കിട്ടാൻ വേണ്ടി, ഷിഹാബിന് IAS കിട്ടാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് വൈഫാണ്. ഐഷ ഫെമിന എന്നാണ് പേര്. പിന്നെ ഷിഹാബിന്റെ ജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് വൈഫ്. ഈ പുസ്തകം എടുത്തു നോക്കുമ്പോ ഇതിലെ ഗ്രാമീണ പശ്ചാത്തലം എന്താണ്? ഷിഹാബിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഒരുപാട് ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എക്സാമ്പിൾ, 10 വർഷത്തിന് ശേഷം അനാഥാലയ ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിലെത്തുമ്പോൾ ഷിഹാബിനെ കാണാതായെന്ന് വെച്ചാല് നാട്ടിലെ ഗ്രാമീണത പൂർണ്ണമായിട്ട് ഇല്ലാതായി, അവിടെ വികസനം വന്നതായിട്ടാണ്. അപ്പൊ അത് ഷിഹാബിന് നല്ലോണം വിഷമായി. മാത്രമല്ല, ഷിഹാബിന്റെ ബാല്യകാല ആസാദനങ്ങളിൽ പ്രധാനമായിട്ട് ഷിഹാബ് വർണ്ണിച്ചിരിക്കുന്നത് പുഴകളിലെയും തോടുകളിലെയും മീനുകളെ നിരീക്ഷിക്കുന്നതായിരുന്നു. മാത്രമല്ല, ഒരുപാട് മീനുകളുടെ പേരും അവരുടെ സവിശേഷതകളും ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അന്ന് ഷിഹാബ് ഓർഫനേജിൽ പഠിക്കാൻ പോയിട്ടാകുമ്പോൾ അദ്ദേഹം അവിടുത്തെ ട്രിമ്മറൊക്കെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. അപ്പോ അത്രയും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് IAS പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം എത്ര ഗ്രാമീണ പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്നത്. നാട്ടിലെ റോഡ് വികസനം അവരുടെ പെട്ടിക്കരുടെ സ്ഥാനം വിഴുങ്ങിയിരുന്നു. ആകെ വരുമാനം നഷ്ടപ്പെട്ട ഉമ്മ ബാക്കി കാലം ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗം കാലി മേക്കലായിരുന്നു. ഒരു കാലി മേച്ചിട്ടാണ് അനാഥാലയത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ എത്തിച്ചു കൊടുത്തിരുന്നത്. അപ്പോ ഒരുപക്ഷെ ആ പെട്ടിക്കടയുടെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഷിഹാബിന് അനാഥാലയത്തിൽ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഷിഹാബ് ഇന്ന് കാണുന്ന ഷിഹാബ് IAS ഉണ്ടാവുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞത് കേൾക്കുമ്പോ ഈ കഥയിലെ ഉള്ളടക്കം മനസ്സിലായി എന്ന് കരുതുന്നു. ഇതില് വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭാഷ. അപ്പോ ഈ പുസ്തകത്തില് ഒരു ഭാഷ എങ്ങനെയാണ്? ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഇതിലെ അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത സാഹിത്യകാരനായ NS മാധവൻ സാറാണ്. അപ്പോ അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്, ഏതൊരു സാധാരണക്കാരനും ഒരു നല്ല സാഹിത്യകാരനാവാൻ പറ്റും. ഈ കഥയിലൂടെ ഷിഹാബിനെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്, മറിച്ച് ധാരാളം മനുഷ്യനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത് 4 ദിവസം എടുത്താണ്. കാരണം ഇതില് എനിക്ക് വായിക്കാൻ ചില വാക്കുകൾ പ്രയാസമായിട്ട് തോന്നി, ചിലതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ഡിക്ഷണറി പോലത്തെ ഒരുപാട് വാക്കുകളുടെ അർത്ഥം എല്ലാം പറയുന്നത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ചർച്ച അവസാനിക്കുമ്പോൾ ഒരു വായിച്ചാളെന്ന നിലയിൽ ഹിബാക്ക് എന്താണ് വായനക്കാരോട് പറയാനുള്ളത്? എനിക്ക് ആദ്യമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കണം. കാരണം സിവിൽ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, നമുക്ക് പറ്റിയതൊന്നല്ല. മിഡിൽ ക്ലാസ് ആവുമ്പോൾ ആൾക്കാരും ഇല്ല, കോച്ചിങ്ങിനൊക്കെ കുറെ പൈസയാവും അങ്ങനെ. പക്ഷെ അപ്പോൾ നമ്മൾ ഷിയാബിന്റെ കാര്യം എടുത്ത് നോക്കണം. കാരണം അത്രയും കഷ്ടമുള്ള ഇതില് കൂടെ കടന്നു വന്നാണ് അദ്ദേഹം IAS ആയി മാറിയത്. കാരണം നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയും നമ്മൾ പഠിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്റെ മനസ്സിൽ വന്നത്, നേരത്തെ ദിയ പറഞ്ഞ പോലെ റോഡ് വികസനത്തിന്റെ പേരിൽ അവരുടെ പെട്ടിക്കട അവർക്ക് നഷ്ടപ്പെട്ടു. ഒരു പക്ഷെ അത് അവർക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും അദ്ദേഹം അവിടെ ഒരു കച്ചവടക്കാരനായി ജീവിച്ചേനെ. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഉപ്പേനെ പോലെ ഒരു കച്ചവടക്കാരൻ ആവണം തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസമാണ്. അള്ളാഹു അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നടക്കും.
അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ മിക്ക ആളുകളും സ്വീകരിക്കുന്ന ഒരു പോംവഴി ആത്മഹത്യ തന്നെയാണ്. പക്ഷെ അതൊരു ഒളിച്ചോട്ടമാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്ന മാൽ ഉസ്രി യുസ്ര, ഞെരുക്കങ്ങളുടെ ഒടുവിൽ വിജയം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അത് ധൈര്യത്തോടെ ഫേസ് ചെയ്യണം. അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. ആദ്യം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. ഇത്രയും സമയം നമ്മുടെ ചർച്ച കേട്ട എല്ലാവർക്കും ജസാഖുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.